അതേസമയം UDF യോഗം അവിടെ കന്റോൺമെന്റ് ഹൗസിൽ പുരോഗമിക്കുകയാണ്. ഇന്നത്തോടുകൂടി തന്നെ ഘടകകക്ഷികളുടെ സീറ്റിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. തർക്കമില്ലാതെ ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നേരത്തെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്കൊന്നും പോയി അല്ല, അത് തർക്കമൊന്നും വലിയ തർക്കങ്ങളൊന്നും UDF ഉണ്ടാവില്ല. ധാരണയിൽ പോകും കേട്ടോ. മുഹമ്മദ് അസ്ലം വിശദാംശങ്ങളുമായി. അസ്ലം, 5 മന്ത്രിസ്ഥാനം ലീഗിൻ്റെതെന്ന് പറയുമ്പോൾ അത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യലാണ്. പുതുതായി ഒരെണ്ണം അധികം നൽകുന്നതല്ല. നേരത്തെ ലീഗിനുള്ള 5 മന്ത്രിസ്ഥാനം അതങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ്. അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കാനിടയില്ല. കൂടുതലൊന്നും ചോദിക്കാനും സാധ്യതയില്ല. അപ്പോൾ ലീഗിന്റെ കാര്യത്തിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും എടുക്കേണ്ടതില്ല. അതിൻ്റെ ഒരു വിശദീകരണം നൽകേണ്ടത് മാത്രമേ ഉള്ളൂ യോഗത്തിന് ശേഷം, അല്ലേ? എന്തായാലും ഔദ്യോഗികമായ ചർച്ചകൾ ഇന്നാണ് തുടങ്ങുന്നത്. അല്പസമയത്തിന് മുമ്പ് കന്റോൺമെന്റ് ഹൗസിൽ UDF ഘടകകക്ഷികളുടെ യോഗം തുടങ്ങിയിട്ടുണ്ട്. അതിന് മുന്നേ ധാരണകളുണ്ട് നേതാക്കൾ തമ്മിൽ. ഇന്ന് അക്കാര്യത്തിൽ ഒരു അന്തിമമായ ഔദ്യോഗികമായ ഒരു തീരുമാനമാകും ഓരോ ഘടകകക്ഷികൾക്കും എത്ര സീറ്റ് എന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗിന്റെ തന്നെയാണ്. 22 സീറ്റുമായി പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം എന്നുള്ളതാണ് നിലവിലെ ധാരണ. അത് ഇന്ന് തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ വകുപ്പുകളിൽ ഏതെങ്കിലും പതിവായി മുസ്ലിം ലീഗ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മുസ്ലിം ലീഗ് മന്ത്രിമാർ പിന്നെ മന്ത്രിസ്ഥാനം വഹിക്കുന്ന വകുപ്പുകൾ അത് തന്നെ തുടരാൻ തന്നെയാണ് നിലവിൽ സാധ്യത. വേറെ എന്തെങ്കിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നൊക്കെ പലരും പറഞ്ഞെങ്കിൽ പോലും അതിൽ വലിയ തോതിൽ മാറ്റം വരുത്താനുള്ള സാധ്യത ഇല്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. എന്തായാലും അക്കാര്യത്തിൽ വകുപ്പ് വിഭജനത്തിന്റെ കാര്യത്തിൽ കൂടി ഒരു എന്നൊരു ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ഘടകകക്ഷികളുടെ കാര്യത്തിൽ തീരുമാനം ലീഗിനെ സംബന്ധിച്ചോളം 5 ഏറെക്കുറെ ഉറപ്പാണ്. അതിൽ ആരായിരിക്കും മന്ത്രിമാരെന്ന കാര്യത്തിലും ഏറെക്കുറെ 90% ആയിട്ടുണ്ട്. അതായത് 4 മന്ത്രിമാരുടെ കാര്യത്തിൽ ഏറെക്കുറെ ഫിക്സ് ആയിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, അതോടൊപ്പം തന്നെ PK ബഷീർ എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഒരു മന്ത്രി ആരാവും? കോഴിക്കോട് നിന്നാണെങ്കിൽ ഒരു പക്ഷേ MA റസാഖ് മാസ്റ്ററോ പാറക്കൽ അബ്ദുള്ളോ ആയിരിക്കാനാണ് സാധ്യത. അത്തരം ഒരു ഘട്ടത്തിലേക്കൊരു അവസാനം. ഇന്ന് UDF മീറ്റിംഗിൽ വെച്ച് ലീഗിന്റെ മന്ത്രിസ്ഥാനം വകുപ്പുകൾ സംബന്ധിച്ചൊരു അന്തിമ ധാരണ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് തന്നെ സാദിഖ് അലി തങ്ങൾ പ്രധാന നേതാക്കളുമായി കൂടിയാലോചന നടപടിയിലേക്ക് പോകും. ഞായറാഴ്ച ലീഗിന്റെ MLA-മാരുടെ പാർലമെന്ററി പാർട്ടി യോഗം തിരുവനന്തപുരത്ത് ചേരാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നാളെ തന്നെ ലീഗ് MLA-മാർ പലരും തിരുവനന്തപുരത്ത് എത്തി തുടങ്ങും. അങ്ങനെ ഞായറാഴ്ച അത് ചേർന്നുകയും പിന്നെ മറ്റ് ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം നടത്തുകയും ചെയ്യും. അതിന് മുമ്പ് തന്നെ സാദിഖ് അലി തങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാദിഖ് തങ്ങൾ തീരുമാനമെടുത്താൽ മതിയാവും. എന്തായാലും UDF-ന് തീരുമാനം വരുന്ന മുറയ്ക്ക് മറ്റു കാര്യങ്ങൾക്ക് ഏറെക്കുറെ ലീഗിനെ സംബന്ധിച്ചോളം പ്രിപ്പയർഡ് ആണ്. ഹോംവർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് സാദിഖ് അലി തങ്ങൾ പ്രധാനപ്പെട്ട നേതാക്കളുമായി കൂടിയാലോചിച്ച് എടുക്കുകയും ചെയ്യും. എന്തായാലും 5 മന്ത്രിമാർ എന്നതിൽ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, N ഷംസുദ്ദീൻ, PK ബഷീർ, പിന്നെ പാറക്കൽ അബ്ദുള്ള അല്ലെങ്കിൽ MA റസാഖ് എന്നതിലേക്ക് വരെ എത്തി നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് മണിക്കൂറുകൾക്കകം അറിയാനും കഴിയും. യെസ്, അപ്പോൾ 5 മന്ത്രിസ്ഥാനം ലീഗിനുണ്ടാകും എന്നുള്ളതിന് നേരത്തെയുള്ള ധാരണ. ആ ധാരണ അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അതിൽ ഇന്നിപ്പോൾ ഒരു അന്തിമ പ്രഖ്യാപനം, ഒരു സ്ഥിരീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 5ാമത്തെ ആളെ തീരുമാനിക്കേണ്ട പണി മാത്രമേ ലീഗിനുള്ളൂ എന്നാണ് അസ്ലം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം 4 ആളുകളുടെ കാര്യത്തിൽ ഓൾറെഡി ധാരണയായിട്ടുണ്ട്. അതൊന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്, രണ്ടാമൻ നിശ്ചയമായും N ഷംസുദ്ദീൻ, KM ഷാജി മൂന്നാമനായി വരും. പിന്നീട് ഒരു 5ാമൻ എന്നുള്ള രീതിയിലാണ് AK അഷ്റഫാണോ, കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളയാണോ, റസാഖ് മാസ്റ്ററാണോ എന്നുള്ള ചോദ്യം ഉദിക്കുന്നത്. അപ്പോൾ ഒരു 5ാം മന്ത്രിയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു അന്തിമ തീർപ്പുണ്ടായി കഴിഞ്ഞാൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ആ വകുപ്പിലേക്കും ആളെ വെക്കാവുന്നതേ ഉള്ളൂ ലീഗിന്. അപ്പോൾ ലീഗിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിട്ടുണ്ട്. ഇനി കേരള കോൺഗ്രസ് ജോസഫ്, ഒപ്പം RSP, മറ്റു ഓരോ മന്ത്രിമാരുള്ള ഘടകകക്ഷികളുടെ കാര്യത്തിലൊക്കെയാണ് തീരുമാനമാകാനുള്ളത്.